Hello and welcome to Dakshina Learnings. Dakshina Learningsന്റെ തീം ബേസ്ഡ് ഹിസ്റ്ററി ക്ലാസ്സിന്റെ മറ്റൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആക്ച്വലി ജൈനിസവും അതുപോലെ തന്നെ ബുദ്ധിസവുമായിരുന്നു. അതായത് നമ്മുടെ തീമായിരുന്നു ഹെറ്ററോഡോക്സ് ആൻഡ് ഓർത്തഡോക്സ് സെക്ട്സ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതിൽ ഹെറ്ററോഡോക്സ് സെക്റ്റുകളിൽ നമ്മൾ ജൈനിസവും ബുദ്ധിസവും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ സെഷൻസിൽ. ഇനി നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒരു 3 ചെറിയ ചെറിയ ഫിലോസഫീസ് ഉണ്ട്. ഒന്ന് ചാർവാക ഫിലോസഫി, പിന്നെ ഉള്ളത് അജീവിക സെക്ട്, പിന്നെ ഉള്ളത് എന്താണ് നമ്മുടെ അജ്ഞാന ഫിലോസഫി. ഈ 3 ഫിലോസഫീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഹെറ്ററോഡോക്സ് സെക്റ്റുകളെ കുറിച്ച് പറയുവാണെങ്കിൽ നോർമലി ഈ ഹെറ്ററോഡോക്സ് സെക്റ്റുകളെ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത് ശ്രമണ മൂവ്മെന്റ് അല്ലെങ്കിൽ നാസ്തിക ഫിലോസഫീസ് എന്ന്. അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്താണ് ഈ ഒരു വേദിക് റിച്വൽസിന്റെ ആ ഒരു സുപ്രീമസി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെന്താണ് ആ ഒരു ബ്രാഹ്മണിക്കൽ സുപ്രീമസി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഈ ഒരു ഫിലോസഫീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നാസ്തിക ഫിലോസഫി അല്ലെങ്കിൽ ശ്രമണ മൂവ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു നാസ്തിക ഫിലോസഫി എന്ന് പറയുന്നത് ഈ ഒരു ലേറ്റർ വേദിക് പീരീഡ് ഉണ്ട്. ആ ലേറ്റർ വേദിക് പീരീഡിന്റെ ആ ഒരു ടൈമിൽ ആക്ച്വലി ഏകദേശം ഒരു 62ഓളം ശ്രമണ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ 62ഓളം നാസ്തിക ഫിലോസഫീസ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട 5 ഫിലോസഫീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ബിലീഫ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ശ്രമണ മൂവ്മെന്റ്സിന്റെ ബിലീഫ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇവരെന്താണ്, ദേ വ്യൂഡ് സംസാര ആസ് ഫുൾ ഓഫ് സഫറിങ്സ്. അതായത് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് ഫുൾ ഓഫ് സഫറിങ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ശ്രമണ മൂവ്മെന്റ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഓരോ ബിലീഫ്സിനും ഓരോ ഫിലോസഫീസിനും അവരുടേതായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിലീഫ്സ് ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഫിലോസഫീസ് എന്തായിരുന്നു, വ്യത്യസ്തമായിരുന്നു. ഇനി ഗോഡിന്റെ ആ ഒരു കൺസെപ്റ്റ് എടുക്കുവാണെങ്കിൽ അതായത് ഈ ഒരു ഫിലോസഫീസിന്റെ ഒരു തീയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബേസ് അല്ലെങ്കിൽ തീയിസ്റ്റിക് ആയിട്ടുള്ള ബിലീഫ് എന്തായിരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ദീസ് സെക്ട്സ് ഡിനൈഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവം എന്നുള്ള ആ ഒരു വസ്തുത എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഡിനൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ഓഫേർഡ് ആൾട്ടർനേറ്റീവ് പാത്സ് ടു അണ്ടർസ്റ്റാൻഡിങ്. അതായത് നമ്മൾ ദൈവം എന്നുള്ള കൺസെപ്റ്റിനെ നമ്മൾ എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ഇന്നർ സെൽഫിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി, ഈ ഒരു പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച സത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഓരോ മതങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഓരോ ഫിലോസഫീസിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ഒരു പ്രപഞ്ചത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സെൽഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മതങ്ങളിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു കാസ്റ്റ് ബിലീഫ്സിൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഇവർ ഈ പറയുന്ന ഈ മതവേദ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ എന്തുണ്ട്, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാത്സ് ഉണ്ട്. പലതരത്തിലുള്ള പാത്സ് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പാത്സിനെ ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള ഫിലോസഫിക്കൽ മൂവ്മെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്ഭവിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഫിലോസഫീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശ്രമണ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നാസ്തിക ഫിലോസഫീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫിലോസഫീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഫിലോസഫീസിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു 3 ഫിലോസഫീസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തതാണ് ചാർവാക ഫിലോസഫി, രണ്ടാമത്തത് അജീവിക ഫിലോസഫി, മൂന്നാമത്തത് അജ്ഞാന ഫിലോസഫി. ഓക്കെ, അതിൽ ചാർവാക ഫിലോസഫി നമ്മൾ എടുക്കുകയാണെങ്കിൽ ചാർവാക ഫിലോസഫിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് എന്ന് തന്നെ പറയുന്നത് എന്താണ്, അവർ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്, നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു സാൽവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കർമ്മയിലുള്ള ബിലീഫ് അല്ലെങ്കിൽ ഈ മതവേദ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള ബിലീഫ് അതൊക്കെ എന്താണ്, വെറും വാക്കാണ്. അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ വിശ്വാസങ്ങളാണ്. നമ്മൾ അതിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്താണ്, സ്വർഗവും നരകവും എല്ലാം എന്താണ്, ഈ ഒരു ലോകം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈറ്റ് ഡ്രിങ്ക് ആൻഡ് സ്ലീപ്പ്. അതുപോലെ തന്നെ എന്താണ്, ഈ ലോകത്ത് എന്തൊക്കെ പ്ലഷേഴ്സ് ഉണ്ടോ ആ പ്ലഷേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ പ്ലഷേഴ്സും നമ്മൾ അനുഭവിക്കുക. നമുക്ക് അനുഭവിക്കാനുള്ളതാണ് ഈ ലോകത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും. ആ ഒരു സന്തോഷങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അനുഭവിക്കുക. ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഫിലോസഫിയാണ് എന്ത്, ചാർവാക ഫിലോസഫി എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മളൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, നമ്മൾ എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഈ ലോകത്തുള്ള എല്ലാ പ്ലഷേഴ്സിനെയും എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓരോ മതങ്ങളും എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു പ്ലഷേഴ്സിനെ നമുക്ക് അനുഭവിക്കാനുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങൾക്ക് ഈ ഒരു മതങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാർവാക ഫിലോസഫിയുടെ പ്രൊപ്പോണ്ടേഴ്സ് അവരുടെ ഫിലോസഫി മുന്നോട്ട് വിൽക്കുന്നത്. ഓക്കെ,
ഈ ഒരു ചാർവാക ഫിലോസഫിയുടെ പ്രൊപ്പോണ്ടേഴ്സ് ഈ ഒരു ഫിലോസഫി എന്ത് ചെയ്യുന്നത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമ്മൾ പറയുവാണെങ്കിൽ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിലീഫ് അല്ലെങ്കിൽ ഈ ഫിലോസഫിയെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു ചാർവാക ഫിലോസഫിയെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ലോകായത ഫിലോസഫി. ഈ ലോകായത ഫിലോസഫി അല്ലെങ്കിൽ ലോകായത മീൻസ് എന്താണ്, ഒറിജിനേറ്റഡ് ഫ്രം പീപ്പിൾ എന്നാണ് അർത്ഥം. അതായത് ജനങ്ങളിൽ നിന്നും ഉത്ഭവിച്ചു വന്നിട്ടുള്ള ഒരു ഫിലോസഫി എന്നാണ് ഈ ഒരു ലോകായത ഫിലോസഫിയെ വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് എമേർജ്ഡ് അറൌണ്ട് 600 BCE. ഏകദേശം നമ്മുടെ ജൈനിസം ബുദ്ധിസം ഒക്കെ ഫ്ലറിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ എമേർജ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെയാണ് ഈ ഒരു ചാർവാക ഫിലോസഫി എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ എമേർജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് എംഫസൈസസ് മെറ്റീരിയലിസം ആൻഡ് എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് എന്താണ് മെറ്റീരിയലിസം, നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ഈ ഒരു സെൻസസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, അതാണ് എന്ത് ശരിക്കുമുള്ള സത്യം, അതാണ് പ്രകൃതിയുടെ സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണ് ഇത് ചാർവാക ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ റീസണിങ് പവറിന് ബോധ്യമാകുന്ന കാര്യങ്ങൾ, നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ, ശരിയെന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സത്യമാണെന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് ചാർവാക ഫിലോസഫി പറയുന്നത്. ഇനി ഇവരുടെ ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താണ് നമ്മുടെ ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ടോട്ടലി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്, ടോട്ടലി റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കർമ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. നിങ്ങളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്നുള്ള കൺസെപ്റ്റിന് എന്ത് ചെയ്യുന്നു, ഈ ഒരു ചാർവാക ഫിലോസഫി ഡിനൈ ചെയ്യുവാണ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല, അതൊന്നും വിശ്വസിക്കുന്നില്ല, അതൊക്കെ വെറും കള്ളമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഈ ഒരു ചാർവാക ഫിലോസഫിയുടെ ഫൗണ്ടറിനെ കുറിച്ച് നമുക്ക് പറയുവാണെങ്കിൽ ഈ ചാർവാക ഫിലോസഫിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഒരു സേജ് ആണ്, ഒരു മഹർഷിയാണ്. ആ മഹർഷിയുടെ പേരാണ് എന്ത്, ചാർവാക. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫിലോസഫിക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് പറയുന്നത്, ഈറ്റ് ഡ്രിങ്ക് മേക്ക് മെറി, ദർ ഈസ് നോ അതർ വേൾഡ്, സോ എൻജോയ് ലൈഫ്, സീക്ക് പ്ലഷർ ആൻഡ് അവോയ്ഡ് പെയിൻ. എന്താണ്, ഇനി എന്താണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് മദ്യപിക്കുക, സന്തോഷിക്കുക, ഈ ലോകത്തുള്ള എല്ലാ പ്ലഷേഴ്സും എന്ത് ചെയ്യുക, അനുഭവിക്കുക. ഈ ലോകം എന്താണ്, ഈ ലോകമേ ഉള്ളൂ, നമ്മുടെ ജീവിതം ഇവിടെയേ ഉള്ളൂ, ഇനി ആഫ്റ്റർ ലൈഫ് ഒന്നും ഇല്ല, സ്വർഗവും നരകവും ഒക്കെ എന്താണ് ഇവിടെ തന്നെയാണ്. മാക്സിമം എന്ത് ചെയ്യുക, നമ്മളിവിടെ എൻജോയ് ചെയ്ത് ജീവിക്കുക. എന്നിട്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ ആ ഒരു വിഷമങ്ങളെ, സങ്കടങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ പെയിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മറന്നു കളയുക. അതായത് എന്താണ്, ടു എൻഡ്യൂർ പ്ലഷർ ആൻഡ് ടു ഫോർഗെറ്റ് പെയിൻ. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം പ്ലഷേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. ആ എൻജോയ് ചെയ്യുന്നതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ വിഷമങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറക്കണം. ഇതാണ് ചാർവാക ഫിലോസഫി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഇനി ഇവർ പറയുന്നത് നോ ഗോഡ് ഓർ ബ്രഹ്മ. ബ്രഹ്മ എന്നുള്ള കൺസെപ്റ്റോ അല്ലെങ്കിൽ ഗോഡ് എന്നുള്ള കൺസെപ്റ്റോ ഇതൊന്നും ഇല്ല. ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ലെങ്കിൽ പരമാണു കൺസെപ്റ്റ് അല്ലെങ്കിൽ എല്ലാം ഏതോ ഒരു ഡിവൈൻ ഒറിജിനിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ വെറും കള്ളത്തരങ്ങളാണെന്നാണ് ആര് പറയുന്നത്, ചാർവാക ഫിലോസഫി പറയുന്നത്. ഓക്കെ, ഇനി ഇവർ പറയുന്നത് എന്താണ്, എൻജോയ് ലൈഫ് നൗ. എന്താണ്, ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്, ഈ നിമിഷമാണ് ജീവിതം. ഈ ഒരു നിമിഷം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. ആസ് ലോങ് ആസ് യു ലീവ്, മാക്സിമം നിങ്ങൾ എത്ര കാലം നിങ്ങൾ ജീവിക്കുന്നു അത്രയും കാലം ലിവ് ഹാപ്പിലി, ടേക്ക് ഡെപ്റ്റ് ആൻഡ് ഡ്രിങ്ക് ഗീ. ഇതാണ് ചാർവാക ഫിലോസഫിയുടെ ബേസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു ചാർവാക ഫിലോസഫിയെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ചാർവാക ഫിലോസഫിയുടെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബുക്കാണിത്, തത്വോ പപ്ലവ സിംഹ എന്ന് പറഞ്ഞിട്ട്. ആരുടെയാണ്, നമ്മുടെ ജയശ്രീ ഭട്ടയുടെ തത്വോ പപ്ലവ സിംഹ, തത്വോ പപ്ലവ സിംഹ. ആ ഒരു ബുക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ചാർവാക ഫിലോസഫിയെ കുറിച്ച് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി വേറെ വർക്ക്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഷദ്ദർശൻ സമുച്ചയ് ആൻഡ് സർവദർശന സംഗ്രഹ, ഈ രണ്ട് ബുക്സ് ഉണ്ട്. ഏൻഷ്യൻ ടൈമിൽ രണ്ട് ബുക്സ് ആണ്. ആ ബുക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാർവാക ഫിലോസഫിയെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പഴയ ആ ഒരു ഏൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ഒരു 600 BC ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഏൻഷ്യന്റ് പോയംസ് അതുപോലെ പ്ലേസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാർവാക ഫിലോസഫിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ബൃഹസ്പതിയുടെ ലോകായത സൂത്രയുണ്ട്. ആ ലോകായത സൂത്രം എന്താണ്, ചാർവാക ഫിലോസഫിക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രീറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ആണ്.
ഇനി ഈ ഒരു ചാർവാക ഫിലോസഫിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ എന്താണ്? മെറ്റീരിയലിസം ആണ്. രണ്ടാമത്തത് പെർസെപ്ഷൻ, മൂന്നാമത്തത് മെറ്റാഫിസിക്സ്. അതായത് ഈ 3 കാര്യങ്ങളുടെ കൺസെപ്റ്റ്സ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ, മെറ്റീരിയലിസത്തെ കുറിച്ച് ഇവർ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ വിശ്വസിച്ചാൽ മതി. ഓക്കെ, നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയതയിലൊക്കെ നമ്മൾ അധികം ആഴ്ന്നിറങ്ങി നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന, നമുക്ക് നമ്മുടെ സെൻസ് കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. അല്ലെങ്കിൽ അതിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫിലോസഫീസ് ബിൽഡ് ചെയ്താൽ മതി എന്നാണ് ചാർവാക ഫിലോസഫി പറയുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഒരു പെർസെപ്ഷന്റെ കാര്യം പറയുവാണെങ്കിൽ, എംഫസൈസസ് സെൻസറി പെർസെപ്ഷൻ. അതായത് നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ സെൻസ് കൊണ്ട് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ വിശ്വസിച്ചാൽ മതി എന്നാണ് ആര് പറയുന്നത്? ചാർവാക സയൻസ് പറയുന്നത്. ഓക്കെ, ഇനി മെറ്റാഫിസിക്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ, ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുനർജന്മം എന്ന് പറയുന്ന കൺസെപ്റ്റോ അല്ലെങ്കിൽ മരണമില്ലാത്ത ആത്മാവ് എന്നുള്ള കൺസെപ്റ്റോ, ഇതൊക്കെ എന്താണ്? വെറും കള്ളങ്ങളാണ്. അല്ലെങ്കിൽ എന്താണ്? ഇതിലൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വെറും തെറ്റായ വാദങ്ങളാണെന്നാണ് ആര് പറയുന്നത്? ചാർവാക ഫിലോസഫി പറയുന്നത്. ഇനി ഈ ഒരു ചാർവാക ഫിലോസഫി അനുസരിച്ച്, ചാർവാക ഫിലോസഫി ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്ന എന്തിലാണ്? ഇൻഡിവിജ്വൽ പ്ലഷറിനാണ്. നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും എന്താണ്? പ്ലഷേഴ്സിന്, അവരുടെ സന്തോഷങ്ങൾക്കാണ് ഈ ചാർവാക ഫിലോസഫി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഈ ഒരു ഇൻഡിവിജ്വൽ പ്ലഷറിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം പ്ലഷർ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മുടെ പെയിനെ നമ്മൾ കുറയ്ക്കണം. അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ചാർവാക ഫിലോസഫേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അതുപോലെ ആൾക്കാരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വാദിച്ച ഫിലോസഫേഴ്സ് ആണ് ആര്? ചാർവാക ഫിലോസഫേഴ്സ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ആ ഒരു ടൈമിൽ, ഈ ഒരു ശ്രമണ മൂവ്മെന്റിന്റെ ഒക്കെ ടൈമിൽ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുടെ കണ്ടക്സ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ, ആ ഒരു സമയത്തെ പല ഫിലോസഫീസും ഷെയ്പ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ആ ഒരു സമയത്തെ സോഷ്യൽ ലൈഫിനെ ഷെയ്പ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചാർവാക ഫിലോസഫി വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ, ആ ഒരു ടൈമിലാണെങ്കിലും പിന്നീട് അങ്ങോട്ട് മിഡീവൽ ടൈംസിലൊക്കെ ആണെങ്കിലും ചാർവാക ഫിലോസഫേഴ്സ് കുറെ അധികം എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു. കാരണം ഇവരെന്താണ്? ഏറ്റവും കൂടുതലും ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടൊക്കെ വാദിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എന്ത് ചെയ്തിരുന്നു? വളരെയധികം അവര് പങ്കുവഹിച്ചിരുന്നു. ചാർവാക ഫിലോസഫിയെ കുറിച്ചിട്ട് ഏകദേശം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അധികം നിങ്ങളത് ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കേണ്ട കാര്യമില്ല. ചാർവാക ഫിലോസഫി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ പ്രൊപ്പൗണ്ടർ ആരാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, ചാർവാകയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതുപോലെ ചാർവാക ഫിലോസഫിയുടെ ബേസിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മതി. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? അജീവിക ഫിലോസഫിയാണ്. അജീവിക സെക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അജീവിക സെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: വിത്ത് റെഫറൻസ് ടു ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചർ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ പരിശോധിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: ദ കേവ്സ് അറ്റ് ബദാമി ആർ ദ ഓൾഡസ്റ്റ് സർവൈവിംഗ് റോക്ക് കട്ട് കേവ്സ് ഇൻ ഇന്ത്യ. Second statement, the Barabar rock cut caves were originally made for Ajivikas by Emperor Chandragupta Maurya. Third statement, at Ellora, caves were made for different faiths. അതിൻ്റെ അത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. ഇതാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അജീവിക സെക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഏകദേശം നമ്മുടെ ബുദ്ധിസവും ജൈനിസവും ഒക്കെ എമേർജ് ചെയ്ത് ഫ്ലറിഷ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെയാണ് അജീവിക ഫിലോസഫിയും എമേർജ് ചെയ്യുന്നതും. അതിൻ്റെ ആ ഒരു ഗ്രോത്ത് ഒക്കെ എന്താണ്? ആ ഒരു സെയിം ടൈമിൽ തന്നെയാണ്. ആ ഒരു ടൈമിലുണ്ടായിരുന്ന ജൈനിസം ഒക്കെ പോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അസറ്റിക് ഗ്രൂപ്പായിരുന്നു ഇത്, ഈ ഒരു അജീവിക ഫിലോസഫി എന്ന് പറയുന്നത്. അജീവിക ഫിലോസഫിയുടെ ഫൗണ്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന ആരെയാണ്? മക്കാളി ഗോസല എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ മക്കാളി ഗോസല ആക്ച്വലി ആരായിരുന്നു? നമ്മുടെ വർദ്ധമാന മഹാവീര ഉണ്ടല്ലോ, ജൈനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ 24th തീർത്ഥങ്കരിയായിട്ട് പഠിച്ച വർദ്ധമാന മഹാവീര. അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു എന്താ പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്തിനെ തേടിയുള്ള യാത്രയിൽ ഈ മക്കാളി ഗോസലയുടെ കൂടെയായിരുന്നു ആദ്യം എന്ത് ചെയ്തത്? ഈ ഒരു അസറ്റിക് ലൈഫ്
പ്രാക്ടീസ് ചെയ്തത്. അതിനുശേഷം എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായതിന്റെ കാരണത്താൽ എന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും രണ്ട് സെക്റ്റായിട്ട് വേർപിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വർദ്ധമാന മഹാവീര എന്ത് ചെയ്തു, ജൈനിസത്തിലേക്കും പോയി. മക്കാളി ഗോസല എന്തിന്റെ പ്രൊപ്പൗണ്ടറായിട്ട് മാറി, അജീവിക സെക്റ്റിന്റെ പ്രൊപ്പൗണ്ടറായിട്ട് മാറി. ഈ അജീവിക സെക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന എന്ത് ഫിലോസഫിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയതി ഫിലോസഫിയിലാണ് ഇവരെ വിശ്വസിക്കുന്നത്. നിയതി മീൻസ് എന്താണ്, ഫെയ്റ്റ്. ദേ ബിലീവ് ഇൻ ഫെയ്റ്റ്. അതായത് നമ്മുടെ വിധി എന്താണോ, വിധി അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുക. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കർമ്മഫലമോ അല്ലെങ്കിൽ നിങ്ങളുടെ മുജ്ജന്മ സുഹൃതമോ അല്ലെങ്കിൽ മുജ്ജന്മ പാപമോ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ ലൈഫ് പോകുന്നത്. നമ്മുടെ ലൈഫ് പോകുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്മുടെ വിധിയെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്മുടെ നിയതി അല്ലെങ്കിൽ നമ്മുടെ ഫെയ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോവുക. അതാണ് ഈ ഒരു അജീവിക ഫിലോസഫി പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യയുടെ മകനായിട്ടുള്ള ബിന്ദുസാരയുണ്ട്. ബിന്ദുസാരയുടെ ടൈമിലാണ് ആക്ച്വലി നമ്മുടെ അശോകയുടെയൊക്കെ അച്ഛൻ ആരാണ്, ബിന്ദുസാര. ബിന്ദുസാരയുടെ ടൈമിലാണ് ആക്ച്വലി ഈ ഒരു നമ്മുടെ അജീവിക ഫിലോസഫി അതിന്റെ ഏറ്റവും ഒരു ജെനിത്തിലെത്തുന്നത്. ഈ ബിന്ദുസാര ഹിംസെൽഫ് എന്താണ്, ഒരു അജീവിക സെക്റ്റിന്റെ വളരെ വലിയൊരു ബിലീവർ ആയിരുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അജീവിക ഫിലോസഫി എന്താണ്, നമ്മുടെ നിയതി ഡോക്ട്രൈനിലാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ എന്താണ്, ഇവര് റീബർത്തിലും അതുപോലെ എന്താണ് മോക്ഷ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു ആഫ്റ്റർ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിരുന്നു, ഈ ഒരു അജീവിക സെക്റ്റ് വിശ്വസിച്ചിരുന്നു. ഓക്കെ, പക്ഷെ ഇവര് ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ്, ഈ ഒരു നിയതി ഡോക്ട്രൈനാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചത്. ഇവരുടെ ഒരു കോർ ഫിലോസഫി ബിൽഡ് ചെയ്തേക്കുന്നത് എന്താണ്, ഫാറ്റലിസത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എന്താണ്, ഫെയ്റ്റ് ഗൈഡ്സ് ഇൻഡിവിജ്വൽസ് ടുവേർഡ്സ് ലിബറേഷൻ. അതായത് നമ്മുടെ വിധിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലിബറേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഫ്രം ദ സൈക്കിൾ ഓഫ് റീബർത്ത്. അതായത് ബർത്തിന്റെയും റീബർത്തിന്റെയും ഒരു കണക്ഷൻ ഉണ്ട്, ഒരു സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ നിയതിയായിരിക്കും, നമ്മുടെ ഫെയ്റ്റ് ആയിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താണ്, കർമ്മ എന്നുള്ള ആ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, കർമ്മഫലം എന്നുള്ള ഫിലോസഫി, ആ ഒരു ഫിലോസഫിയിൽ നമ്മുടെ അജീവിക സെക്റ്റ് വിശ്വസിച്ചിരുന്നില്ല. ആ ഒരു കർമ്മ ഫിലോസഫിയെ ഇവര് എതിർക്കുകയാണ് ചെയ്തത്, അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കർമ്മത്തിന്റെ ബേസിസിലല്ല, നമ്മുടെ വിധിയുടെ ബേസിസിലായിരിക്കും നമ്മുടെ ലൈഫ് പോകുന്നത്. നമ്മുടെ കർമ്മഫലം അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ എന്തും ആയിക്കോട്ടെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കത്തില്ല, നമ്മുടെ ഫെയ്റ്റിനെ ബേസ് ചെയ്തിട്ട്, നമ്മുടെ വിധിയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നതെന്നാണ് ആര് പറയുന്നത്, ഈ ഒരു അജീവിക സെക്റ്റിന്റെ ഫിലോസഫേഴ്സ് പറയുന്നത്. ഇനി ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആറ്റോമിസം ബേസ് ചെയ്തിട്ടാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ്, എല്ലാം ഫോം ചെയ്യുന്നത് ഈ യൂണിവേഴ്സിലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഫോം ആവുന്ന എന്താണ്, ആറ്റംസിൽ നിന്നുമാണ്. ആറ്റംസിന്റെ കോമ്പിനേഷനിലൂടെയാണ് മറ്റ് വസ്തുക്കൾ അല്ലെങ്കിൽ എന്ത് തന്നെയായാലും ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിൽ ഉത്ഭവിക്കുന്ന എല്ലാം എന്താണ്, ഈ ഒരു ആറ്റംസിന്റെ കോമ്പിനേഷനിൽ നിന്നുമാണെന്നാണ് ആര് പറഞ്ഞത്, അജീവിക സെക്റ്റിന്റെ ഫിലോസഫേഴ്സ് പറഞ്ഞത്. ആറ്റോമിസത്തിന്റെ കൺസെപ്റ്റ് നമ്മൾ വായിച്ചു പറയുവാണെങ്കിൽ അജീവിക ഫിലോസഫേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ അജീവിക ബിലീവ്ഡ് ദാറ്റ് എവറിത്തിങ് കൺസിസ്റ്റ് ഓഫ് tiny atoms. Their characteristics arise from combinations influenced by cosmic forces. ആ ഒരു ആറ്റോമിസത്തിലാണ് ആക്ച്വലി ഈ ഒരു അജീവിക ഫിലോസഫേഴ്സ് വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ എത്തീസം, ഗോഡിന്റെ കൺസെപ്റ്റ് പറയുവാണെങ്കിൽ ദ സെക്ട് ഹെൽഡ് ആൻ എത്തീസ്റ്റിക് സ്റ്റാൻസ്. ദൈവമൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡിനയിങ് എ ക്രിയേറ്റഡ് ഡീറ്റി, ഒരു ക്രിയേറ്റഡ് ഡീറ്റി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പരമാത്മാവ്, നമ്മളെ ഈ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, അതൊന്നും ഇല്ല. ദേ ഓൾസോ ഡിനൈഡ് എ മിസ്റ്റിക്കൽ എൻഡ് ഫോർ ദ കോസ്മോസ്. അതായത് ഈ ഒരു കോസ്മോസിന് ലോകം അവസാനിക്കും, ഒരു മിസ്റ്റിക്കൽ എൻഡ് ഈ ഒരു കോസ്മോസിനുണ്ട് എന്നുള്ള കൺസെപ്റ്റിനൊക്കെ ഇവർ എന്ത് ചെയ്തു, എതിർത്തു. അതുപോലെ തന്നെ ആന്റിനോമിയൻ എത്തിക്സ്, ആന്റിനോമിയൻ എത്തിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ അജീവിക ഫിലോസഫി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആന്റിനോമിയൻ, ക്ലെയിമിങ് നോ ഒബ്ജക്റ്റീവ് മോറൽ ലോസ് എക്സിസ്റ്റ്. അതായത് ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ മോറൽ ലോസ് അങ്ങനെ ഇങ്ങനെയൊന്നും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മോറൽ ലോസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് അജീവിക ഫിലോസഫി പറയുന്നത്. ഇനി ഈ അജീവിക സയൻസ് എടുക്കുവാണെങ്കിൽ, ഇതിന്റെ ആ ഒരു ഫിലോസഫേഴ്സ് എടുക്കുവാണെങ്കിൽ അവരൊക്കെ എന്താണ്, വളരെ അസെറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവർ അഹിംസയെ മുറുകെ പിടിച്ചുകൊണ്ട് വെജിറ്റേറിയനിസമാണ് അവർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പം ബുദ്ധിസം, ജൈനിസം, അജീവിക സെക്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ബുദ്ധിസം എടുക്കുവാണെങ്കിൽ എന്താണ്, ഒന്ന് കർമ്മ കൺസെപ്റ്റിലും അതുപോലെ തന്നെ മിഡിൽ പാത്തിലും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബുദ്ധിസം. അതുപോലെ തന്നെ ജൈനിസം എടുത്ത് നോക്കുവാണെങ്കിൽ എന്താണ്, ജൈനിസം പറയുന്നത് യൂണിവേഴ്സൽ സോളിലാണ്, യൂണിവേഴ്സൽ സോൾ എന്നുള്ള കൺസെപ്റ്റിലാണ് ജൈനിസം വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി അജീവിക സെക്ട് എടുത്ത് നോക്കുവാണെങ്കിൽ അജീവികാസ് വിശ്വസിക്കുന്നത് എന്തിലാണ്, ഫാറ്റലിസത്തിലാണ്, ഫെയ്റ്റിലാണ്, നിയതി ഡോക്ട്രൈനിലാണ് അജീവിക ഫിലോസഫേഴ്സ് വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ചാർവാക ഫിലോസഫി എടുത്ത് നോക്കുവാണെങ്കിൽ അവരെന്താണ്, യൂണിവേഴ്സൽ പ്ലഷർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡോക്ട്രൈനിലാണ് ഈ ചാർവാക ഫിലോസഫി വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, അജ്ഞാന ഫിലോസഫിയാണ്. അജ്ഞാന ഫിലോസഫി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം
മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ്? തെറ്റാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? അതൊക്കെ വെറും തെറ്റാണ്. അങ്ങനെയൊന്നുമില്ല എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു അജ്ഞാന ഫിലോസഫേഴ്സ് പറയുന്നത്. കമ്മിങ് ബാക്ക് ടു എന്താണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അജീവിക സെക്ട്. അജീവിക സെക്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ്? ബരാബർ കേവ്സ്. ബരാബർ കേവ്സ് ആരുടെ ലെഗസിയാണ്? ആക്ച്വലി ബരാബർ കേവ്സ് എന്ന് പറയുന്നത് അജീവിക സെക്ടിന്റെ ലെഗസിയാണ്. ഈ അജീവിക സെക്ടിന് ഈ ഒരു ബരാബർ കേവ്സ് ആ ഒരു ടൈമിൽ കൊടുത്തത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനല്ല, ആരാണ്? അശോകയാണ് ആ ഒരു കേവ്സ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അജീവിക സെക്ടിന് എന്ത് ചെയ്യുന്നത്? ആ ഒരു കേവ് അവർക്ക് ഒരു ദാനമായിട്ട് കൊടുക്കുന്നത്. ഇനി ഈ അജീവിക സെക്ടിനെ കുറിച്ച് മറ്റൊരു കേവിൽ, അതായത് സുധമ കേവ് എന്ന് പറഞ്ഞൊരു കേവിൽ ഈ അജീവിക സെക്ടിനെ കുറിച്ചിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അശോകന്റെ ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അശോക ഓൾസോ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു അജീവിക സെക്ടിനെ പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അശോകൻ എന്താണ്? ആക്ച്വലി ബുദ്ധിസ്റ്റ് ബിലീവർ ആണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു അജീവിക സെക്ടിനെ ആ ഒരു ടൈമിൽ പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. ഇനി പറയുവാണെങ്കിൽ അശോകന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ദശരഥ മൗര്യ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പിൽക്കാലത്ത് ഈ ഒരു അജീവിക സെക്ടിന് ഈ ഒരു മൗര്യൻസിന്റെ പാട്രണേജ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു അജീവികാസിന് പാട്രണേജ് ലഭിക്കാതെ പോകുന്നത്. അങ്ങനെ പാട്രണേജ് കിട്ടാതെ വരുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു സെക്ട് എന്ത് ചെയ്യുന്നത്? ഡിക്ലൈൻ ആയി പോകുന്നത്. അതാണ് അജീവിക സെക്ടിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മൾ ഫൗണ്ടറിനെ കുറിച്ച് പറഞ്ഞു, ആരാണ്? മക്കാളി ഗോസലയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു വർദ്ധമാന മഹാവീര്യയോടൊപ്പം തന്നെ എന്ത് ചെയ്തിരുന്നു? മക്കാളി ഗോശല ആക്ച്വലി എന്താണ്? അസെറ്റിസിസം പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പം അതുപോലെ തന്നെ ബുദ്ധിസം, ജൈനിസം, അജീവിക സെക്ട് ഇതൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ലേറ്റർ വേദിക് പീരീഡിലെ കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന കുറച്ച് എന്താണ് ഹെറ്ററോഡോക്സ് സെക്ടുകളായിട്ട് നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും? ഈ പറയപ്പെടുന്ന ജൈനിസം, ബുദ്ധിസം, അതുപോലെ തന്നെ അജീവിക സെക്ടിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അജ്ഞാന സ്കൂളിനെ കുറിച്ചിട്ടാണ്. ഈ അജ്ഞാന സ്കൂളിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? സഞ്ജയ ബലത്തിബുത്തയാണ്. സഞ്ജയ ബലത്തിബുത്ത അദ്ദേഹമാണ് ഈ ഒരു അജ്ഞാന ഫിലോസഫി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അജ്ഞാന ഫിലോസഫിയുടെ ഒരു കോർ ഫിലോസഫി ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഇവർ പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഒബ്റ്റെയിൻ നോളജ് ഓഫ് മെറ്റാഫിസിക്കൽ നേച്ചർ. മെറ്റാഫിസിക്കൽ നേച്ചറിലുള്ള ഏത് അറിവാണെങ്കിലും അത് ഒബ്റ്റെയിൻ ചെയ്യൽ എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് സാധിക്കാത്ത കാര്യമാണ്. നോർ കുഡ് വൺ അസേർട്ടൈൻ ദ ട്രൂത്ത് വാല്യൂ ഓഫ് ഫിലോസഫിക്കൽ പ്രൊപ്പോസിഷൻ. ഫിലോസഫിക്കൽ പ്രൊപ്പോസിഷൻസിനെ നമ്മളെടുത്ത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ട്രൂ വാല്യൂ എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഫിലോസഫിക്കൽ പ്രൊപ്പോസിഷൻസ്, അതുപോലെ തന്നെ മെറ്റാഫിസിക്സ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഒരിക്കലും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ലെന്നാണ് ആര് പറയുന്നത്? ഈ ഒരു അജ്ഞാന ഫിലോസഫി പറയുന്നത്. ഇനി ഈ ഒരു അജ്ഞാന ഫിലോസഫിയുടെ ബേസിക് തിയറി പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും അജീവിക സെക്ടിന്റെയും അതുപോലെ തന്നെ ചാർവാക ഫിലോസഫിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഫിലോസഫി പറഞ്ഞു. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു അജീവിക ഫിലോസഫിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫിലോസഫി ഓഫ് ഇഗ്നോറൻസ് ആണ്. ഇഗ്നോറൻസ് എന്നുള്ള ഫിലോസഫിയിലാണ് ഈ ഒരു അജ്ഞാന ഫിലോസഫി വിശ്വസിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജൈനിസത്തിന്റെയും ബുദ്ധിസത്തിന്റെയും അതുപോലെ തന്നെ എന്താണ് ചാർവാക ഫിലോസഫിയുടെയും അജീവിക സെക്ടിന്റെയൊക്കെ ബേസിക് ഫിലോസഫീസ് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ ബേസിക് പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അജ്ഞാന ഫിലോസഫിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണ്? ദ ഫിലോസഫി ഓഫ് അല്ലെങ്കിൽ ദ തിയറി ഓഫ് ഇഗ്നോറൻസ് ആണ്. അപ്പം ആ ഒരു തിയറി ഓഫ് ഇഗ്നോറൻസിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അറ്റൈൻ നോളജ്. നമുക്ക് എന്താണ് ഈ ഒരു സുപ്രീം നോളജ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇനിയിപ്പം നമുക്കങ്ങനെ അറ്റൈൻ ചെയ്യാൻ സാധിച്ചെങ്കിലും അതെന്താണ്? ഇറ്റ് ഈസ് യൂസ്ലെസ്. അത് ഒരു ഉപകാരവുമില്ലാത്ത കാര്യമാണെന്നാണ് ഈ ഒരു അജ്ഞാന ഫിലോസഫേഴ്സ് വിശ്വസിക്കുന്നത്. ഹെറ്ററോഡോക്സ് സെക്ടുകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഡിസ്കഷൻ ഏകദേശം എന്താണ്? നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു ശ്രമണ മൂവ്മെന്റ് അല്ലെങ്കിൽ നാസ്തിക മൂവ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫിലോസഫീസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ജൈനിസം, ബുദ്ധിസം, ചാർവാക ഫിലോസഫി, അജീവിക ഫിലോസഫി, അജ്ഞാന ഫിലോസഫി. ഒരു പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫോർ പ്രിലിംസ് ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? കറക്റ്റായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്താൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഹെറ്ററോഡോക്സ് സെക്റ്റിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശരിയാക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഓർത്തഡോക്സ് സെക്ട് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ ആണ്. ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഓർത്തഡോക്സ് സെക്റ്റുകൾ
ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ നാസ്തിക ഫിലോസഫിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആസ്തിക ഫിലോസഫീസ്. നമ്മൾ പറഞ്ഞത് നാസ്തിക ഫിലോസഫീസ് എന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ശ്രമണ മൂവ്മെന്റ് എന്ത് ചെയ്തിരുന്നു, ഈ വേദാസിലും ബ്രാഹ്മണസത്തിലൊക്കെ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഈ ആസ്തിക ഫിലോസഫി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓർത്തഡോക്സ് സെക്റ്റുകൾ എന്ത് ചെയ്തിരുന്നു, ഓർത്തഡോക്സ് സെക്റ്റുകൾ എന്ത് ചെയ്തിരുന്നു, നമ്മുടെ ഈ ഒരു വേദാസിനെയൊക്കെ എന്ത് ചെയ്തിരുന്നു, അവരെ വിശ്വസിച്ചിരുന്നു. അതായത് നമ്മളിപ്പം ഈ ഒരു ആസ്തിക സെക്റ്റുകൾ അല്ലെങ്കിൽ ആസ്തിക ഫിലോസഫിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിലോസഫി എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നുമാണ്, ഉപനിഷത്തിൽ നിന്നുമാണ് ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫിലോസഫീസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഉപനിഷത്തിന് നമ്മൾ എന്താണ് പറയുന്നത്, ആക്ച്വലി വേദാന്ത എന്നാണ് പറയുന്നത്. നമ്മുടെ വേദങ്ങളുടെ എൻഡ് ആയിട്ടാണ് നമ്മൾ എന്തിനെ പറയുന്നത്, നമ്മൾ ഉപനിഷത്തുകളെ നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു ഓർത്തഡോക്സ് സെക്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപനിഷത്തുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഉപനിഷത്തിനെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഈ ഒരു ഓർത്തഡോക്സ് സെക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആകുള്ളൂ. ഈ ഓർത്തഡോക്സ് സെക്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആസ്തിക ഫിലോസഫീസ് ഏതൊക്കെയാണ്. ഒന്നെന്താണ് ന്യായ, രണ്ടാമത്തത് വൈശേഷിക, മൂന്നാമത്തത് യോഗ, പിന്നെയുള്ളത് എന്താണ് നമ്മുടെ മീമാംസ, പിന്നെയുള്ളത് വേദാന്ത. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വിട്ടുപോയത് ഏതാ, സാംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, മീമാംസ ആൻഡ് വേദാന്ത. ഈ 6 ഫിലോസഫീസ് ആണ് നമ്മൾ ഓർത്തഡോക്സ് ഫിലോസഫീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഓർത്തഡോക്സ് സെക്റ്റുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഉപനിഷത്തുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പം ഉപനിഷത്തുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ഉപനിഷത്ത് ആ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് പറയുന്നത്, ടു സിഡ് നിയർ സംവൺ, അതായത് ടു സിഡ് ഡൗൺ നിയർ സംവൺ. ആരുടെ അടുത്താണ്, ഇറ്റ് ഡിനോട്ട്സ് എ സ്റ്റുഡൻറ് സിറ്റിംഗ് നിയർ ഹിസ് ഗുരു ടു ലേൺ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗുരുവിന്റെ കൂടെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിദ്യ അഭ്യസിക്കുന്നു, നമ്മൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇതാണ് ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ. ഇനി ഉപനിഷത്തുകൾ നമ്മൾ എന്തെന്നും കൂടി പറയും, വേദാന്ത എന്നും കൂടെ പറയും. എന്തുകൊണ്ടാണ് നമ്മൾ വേദാന്ത എന്ന് പറയുന്നത്, അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉപനിഷത്തുകളാണ് ആക്ച്വലി എന്താണ് വേദകാലഘട്ടത്തിന്റെ ഏറ്റവും ലേറ്റർ സ്റ്റേജിൽ, ഏറ്റവും അവസാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എയിംസും ബിലീഫ്സും എന്താണ് അതിനെ എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത് എവിടെയാണ്, ഉപനിഷത്തുകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉപനിഷത്തുകൾ എന്തെന്നും കൂടെ വിളിക്കുന്നത്, വേദാന്ത എന്നും കൂടി വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉപനിഷത്തുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ ബേസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫിയുടെ കോർ ആയിട്ട് നമ്മൾ പറയുന്നത് എന്തിനെയാണ്, ഈ ഉപനിഷത്തുകളെയാണ്. ഉപനിഷത്സ് ആർ നോൺ ആസ് ദ ബേസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉപനിഷത്തുകൾക്ക് ശേഷം വന്നിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഈ ബിലീഫ്സ് എന്തൊക്കെയാണോ, അതായത് ഏതൊക്കെ ഫിലോസഫിക്കൽ ബിലീഫ്സ് ആണോ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ ബേസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്തിനാണ്, ഉപനിഷത്തുകളെയാണ്. ഇനി ഉപനിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ് എന്ന് പറയുന്നത് ദ വേൾഡ് ഈസ് സോൾ ആൻഡ് ദ ഗോഡ് ഈസ് മൈ സോൾ. അതാണ് ഉപനിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടീച്ചിങ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട 1-2 ഉപനിഷത്തുകൾ ഇതിന് മുമ്പായിട്ട് UPSC ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കേണ്ട 1-2 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഇത് ബൃഹദാരണ്യ ഉപനിഷത്ത്. അതിലാണ് എന്ത് ആക്ച്വലി യാജ്ഞവൽക്കയും അതുപോലെ തന്നെ ഗാർഗിയും തമ്മിലുള്ള ഡിബേറ്റിനെ കുറിച്ച് പറയുന്നത്. മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഗാർഗി, ലോപമുദ്ര ഇവരൊക്കെ ആരാണെന്ന്. അവർ വേദിക് ടൈമിൽ ഉണ്ടായിരുന്ന ഫീമെയിൽ ഫിലോസഫേഴ്സ് ആണ് ആക്ച്വലി ആര്, ഈ ഗാർഗി, ലോപമുദ്ര എന്നൊക്കെ പറയുന്നത്. അതിൽ ഗാർഗിയും യാജ്ഞവൽക്യ മുനിയും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിബേറ്റിനെ കുറിച്ച് പറയുന്ന ഏതാണ്, ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് ഇവരുടെ ഡിബേറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പം എന്താ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയുന്നത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് എന്ത്, വസുദൈവ കുടുംബകം. ഈ വസുദൈവ കുടുംബകം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന ഉപനിഷത്തുകളിൽ നിന്നുമാണ്. അത് ഏത് ഉപനിഷത്താണെന്ന് മേ ബി UPSC വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കാം. ആക്ച്വലി ആ ഉപനിഷത്ത് ഏതാണ്, മഹാ ഉപനിഷത്താണ്. മഹാ ഉപനിഷത്തിൽ നിന്നുമാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ വസുദൈവ കുടുംബകം എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഓർത്തഡോക്സ് ഫിലോസഫി എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഓർത്തഡോക്സ് ഫിലോസഫി എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും വേദങ്ങളുടെ സുപ്രീമസി എന്ത് ചെയ്തിട്ടില്ല, വേദിക് സുപ്രീമസി അവരെന്ത് ചെയ്തിട്ടില്ല, അവരൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. അവരെന്ത് ചെയ്യുവാണ് ചെയ്തത്, ഈ ഒരു വേദങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ ബേസിക് ട്രീറ്റേഴ്സ് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുവാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള അതായത് റിലീജിയസ് ആയിട്ടുള്ള ബാക്കി
എന്താ പറയുന്നത് മഹത്തായ ടെക്സ്റ്റുകൾ, ആ ടെക്സ്റ്റുകളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ അക്സെപ്റ്റൻസിലൂടെ തന്നെയാണ് ഇവർ എന്ത് ചെയ്തത്, അവരുടെ ഈ ഒരു ഫിലോസഫീസിനെയൊക്കെ എന്ത് ചെയ്തത്, ഇവർ ഷെയ്പ്പ് ചെയ്തത്. ഇനി ഓർത്തഡോക്സ് ഫിലോസഫിയിലെ ആദ്യത്തെ സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് ഇത് സാംഖ്യ ഫിലോസഫി. ഈ സാംഖ്യ ഫിലോസഫി തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദ ഡ്യുവലിസ്റ്റിക് റിയലിസം എന്ന് പറയുന്നത്. ഈ സാംഖ്യ ഫിലോസഫി അല്ലെങ്കിൽ സാംഖ്യ ദർശന ഇതിന്റെ ഫൗണ്ടറായിട്ട് നമ്മൾ പറയുന്ന ആരെയാണ്, കപില മുനിയാണ്. ഈ കപില മുനിയുടെ ഈ ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ടീച്ചിങ്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സാംഖ്യ ദർശനയുടെ ഏറ്റവും കോർ ഫിലോസഫി ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സാംഖ്യ ഫിലോസഫി അനുസരിച്ച് ആക്ച്വലി എന്താണ്, നമ്മുടെ ഈ ഒരു പുരുഷ ആൻഡ് പ്രകൃതി, ഈ പുരുഷ പ്രകൃതി കൺസെപ്റ്റ് ആണ് ഈ സാംഖ്യ ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത്. പുരുഷ മീൻസ് എന്താണ്, നമ്മുടെ കോൺഷ്യസ്നെസ്, അതുപോലെ തന്നെ പ്രകൃതി മീൻസ് മാറ്റർ. ഈ ഒരു കോൺഷ്യസ്നെസ്സും അതുപോലെ തന്നെ ഈ ഒരു മാറ്ററും ഇത് രണ്ടും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്പിരിച്വൽ ഡ്യുവലിസം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, ഫോമിങ് എ ഡ്യുവലിസ്റ്റിക് യെറ്റ് കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്സിസ്റ്റൻസ്. നമ്മുടെ എക്സിസ്റ്റൻസിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിന്റെ എക്സിസ്റ്റൻസ് എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കണം, ഈ പുരുഷ കോൺഷ്യസ്നെസ് അതുപോലെ തന്നെ പ്രകൃതി മാറ്റർ, ഇത് രണ്ടിൻ്റെയും ആ ഒരു കോൺഫ്ലുവൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടോട്ടൽ ഈ ഒരു പ്രപഞ്ചത്തിന്റെ ആ ഒരു അല്ലെങ്കിൽ ഈ ഒരു വേൾഡിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു ഫിലോസഫി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എന്തിലാണ്, ഒരു കോസ് ആൻഡ് എഫക്റ്റ് ഫിലോസഫിയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കോസ് അതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടായതെന്നാണ് ഈ ഒരു ഫിലോസഫി വിശ്വസിക്കുന്നത്, അതായത് നമ്മുടെ സാംഖ്യ ഫിലോസഫി വിശ്വസിക്കുന്നത്. അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണിത്, ദ ബിലീഫ് ഇൻ കോസ് ആൻഡ് എഫക്റ്റ്. ഇനി സാംഖ്യ ഫിലോസഫി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന എന്താണ്, ഒരു വാലിഡ് മീൻസ് ഓഫ് നോളജ് ആണ്. നമ്മുടെ നോളജ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു വാലിഡ് മീൻസിൽ നിന്നും ആയിരിക്കണം. അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷ എന്താണ്, പെർസെപ്ഷൻ, അതുപോലെ തന്നെ അനുമാന ഇൻഫറൻസ് ആൻഡ് ശബ്ദ ടെസ്റ്റിമോണി, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു റൈറ്റ് നോളജ് ആയിട്ട് മാറുന്നതെന്നാണ് ആര് പറയുന്നത്, സാംഖ്യ ഫിലോസഫി പറയുന്നത്. ഓർത്തഡോക്സ് ഫിലോസഫിയിൽ നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, യോഗ ഫിലോസഫിയെ കുറിച്ചിട്ടാണ്. യോഗ ഫിലോസഫി മുന്നോട്ട് വെച്ചത് ആരാണ്, പതാഞ്ജലിയാണ് ഈ ഒരു യോഗ ഫിലോസഫിയുടെ ഫൗണ്ടറായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോണ്ടറായിട്ട് നമ്മൾ പറയുന്നത്. ഈ യോഗ ഫിലോസഫിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് എന്താണ്, മെഡിറ്റേഷൻ ആണ്. അതായത് നമ്മുടെ മൈൻഡിനെ നമ്മൾ ശാന്തമാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇന്നർ സോളിനെ നമുക്ക് ഫോസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് യോഗ സ്കൂൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും റൈറ്റ് മീൻസിലുള്ള മെഡിറ്റേഷൻ കൊണ്ടുവരണമെന്നാണ് യോഗ സ്കൂള് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പലതരത്തിലുള്ള യോഗ മെത്തേഡ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫിസിക്കലി അപ്ലൈ ചെയ്യണം. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫിസിക്കലി അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും നമുക്ക് സാൽവേഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ ഒരു റൈറ്റ് പാത്ത് അല്ലെങ്കിൽ ഏറ്റവും ശരിയായ രീതിയിലുള്ള മെഡിറ്റേഷനിലൂടെ, ഏറ്റവും ശരിയായ രീതിയിലുള്ള യോഗയിലൂടെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് സാൽവേഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, യോഗ സ്കൂൾ ഓഫ് ഫിലോസഫി പറയുന്നത്. ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രേഷൻ ഓഫ് മൈൻഡ് ആൻഡ് സോൾ, അതായത് നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും തമ്മിലുള്ള ഇന്റഗ്രേഷൻ ആണെന്നാണ് ആര് പറയുന്നത്, യോഗ സ്കൂള് പറയുന്നത്. ഇനി യോഗ സ്കൂളിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഈ യോഗ സ്കൂളിന് 8 ലിംസ് ഉണ്ട്, അല്ലെങ്കിൽ 8 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എന്ത്, യമ ആൻഡ് നിയമ. യമ എന്ന് പറയുന്നത് എന്താണ്, എത്തിക്കൽ റെസ്ട്രെയിൻസ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന എത്തിക്കലായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള റെസ്ട്രെയിൻസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യമ എന്ന് പറയുന്നത്. ഇനി നിയമ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒബ്സർവൻസസ് ആണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒബ്സർവൻസസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിയമ എന്ന് പറയുന്നത്. ഈ യമയും നിയമയുമാണ് എന്ത്, ആക്ച്വലി ഈ ഒരു യോഗ ഫിലോസഫിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത 2 ലിംസ് ആണ് ഇത്, ആസന ആൻഡ് പ്രാണയാമ. ആസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ്
പോസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ബോഡിയെ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു സാൽവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയെ നമ്മൾ ഫിസിക്കലി എംപ്ലോയ് ചെയ്യണം. അങ്ങനെ ഈ ഒരു ഫിസിക്കലി എംപ്ലോയ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആസന എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി പ്രാണയാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്രീത്ത് കൺട്രോൾ ആണ്. നമുക്കറിയാം നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബ്രീത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അപ്പം ഈ ഒരു ബ്രീത്ത് കൺട്രോളിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇന്നർ സോളിനെ നമ്മൾ തൊട്ടറിയാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു അടുത്ത രണ്ട് ലിംസ് ആയിട്ട് യോഗ ഫിലോസഫിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ആസന ആൻഡ് പ്രാണയാമ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന 4 ലിംസ്, നമ്മളിപ്പോൾ ഓൾറെഡി 4 ലിംസ് പറഞ്ഞു. ഇനിയുള്ള 4 ലിംസ്, ഈ 8 ബ്രാഞ്ചസിൽ അടുത്ത 4 ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? പ്രത്യാഹാര, ധർണ, ധ്യാന ആൻഡ് സമാധി. പ്രത്യാഹാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിഡ്രോവൽ ഓഫ് സെൻസസ്. നമ്മുടെ സെൻസസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ഒരു യോഗയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിഡ്രോ ചെയ്യും. രണ്ടാമത്തെയാണ് എന്ത്? ധർണ അല്ലെങ്കിൽ ഫോക്കസ്ഡ് കോൺസെൻട്രേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഏതിലൂടെ? ഈ ഒരു യോഗയിലൂടെ, നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മുടെ ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോക്കസ്ഡ് കോൺസെൻട്രേഷന് വേണ്ടിയിട്ട്. ഏത് കാര്യത്തിലാണോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. നമുക്കറിയാം നമ്മൾ ഈ യോഗയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ സാൽവേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം സാൽവേഷന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകും, പല കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് ഈ ഒരു ബ്രാഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തയാണ് എന്ത്? ധ്യാന അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ ആണ് എന്ത്, ഈ ഒരു ബ്രാഞ്ചസിൽ നമ്മൾ ഏറ്റവും കോറായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഒരു ബ്രാഞ്ചസിൽ നമുക്ക് എന്താണ്, നമ്മുടെ മെഡിറ്റേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു സാൽവേഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. നമ്മുടെ മെഡിറ്റേഷൻ എന്തായിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം എന്നാണ് പതഞ്ജലി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ബ്രാഞ്ച് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ലിംബാണ് എന്ത്? സമാധി അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ യോഗയിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അബ്സോർബ് ചെയ്യുന്നു. നമ്മൾ അതിനെയൊക്കെ നമ്മൾ റൈറ്റ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. ഒരു റൈറ്റ് മീൻസിൽ അല്ലെങ്കിൽ ശരിയായ ഒരു പാത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ 8 ലിംസ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും, നമുക്ക് സാൽവേഷൻ ലഭിക്കുമെന്നാണ് യോഗ സ്കൂൾ ഓഫ് ഫിലോസഫി നമ്മളെ പഠിപ്പിക്കുന്നത്. ഓർത്തഡോക്സ് ഫിലോസഫിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഇത്, ന്യായ ഫിലോസഫി മുമ്പോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പോണ്ടർ എന്ന് നമ്മൾ പറയുന്ന ആരെയാണ്, ഗൗതമയാണ്. ഇപ്പൊ ഈ ന്യായ ഫിലോസഫിയുടെ ഏറ്റവും എന്താ പറയുന്നത് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമ്മൾ പറയുവാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് എന്തിനായിരുന്നു, ലോജിക്കിനും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റീസണിങ്ങിനുമായിരുന്നു ഈ ഒരു ന്യായ ഫിലോസഫി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. നമുക്ക് സാൽവേഷൻ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഈ ഒരു ന്യായ സ്കൂൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഏതൊരു മീൻസ് ആണ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്, നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന മീൻസ് ആണ് എന്ത്, ലോജിക്കൽ മീൻസ്. നമ്മുടെ ലോജിക്കിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ റീസണിങ്ങിലൂടെയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിഗറസ് ആയിട്ടുള്ള ഡിബേറ്റ്സിലൂടെയും പ്രാക്ടീസിലൂടെയും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാൽവേഷനിലേക്ക് എത്താൻ പോകുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫിയാണ് ന്യായ ഫിലോസഫി മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ഒരു ന്യായ ഫിലോസഫിയിൽ നമ്മൾ ലോജിക് യൂസ് ചെയ്ത് നമ്മുടെ ക്രിട്ടിക്കൽ റീസണിങ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റ് നോളജ് നമ്മൾ കരസ്ഥമാക്കണം. ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും കോറായിട്ടുള്ള കേവൽ ജ്ഞാനം അതിനു വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സാൽവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സാൽവേഷന് വേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് എത്തിക്കുന്ന കുറച്ച് മീൻസസ് ഉണ്ട്, കുറച്ച് വഴികളുണ്ട്. അത് ഏതൊക്കെയാണ്? ഈ ന്യായ ഫിലോസഫി അനുസരിച്ച് ആ വഴികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ ആൻഡ് ടെസ്റ്റിമണി. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കാര്യത്തെ കാണുന്നു, അപ്പം നമുക്കെന്താണ്, നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പെർസെപ്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫറൻസ് ഉണ്ടായിരിക്കണം, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കണം നമ്മൾ നടത്തുന്നത്. ഇപ്പം ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തെ കുറിച്ചിട്ടാണെങ്കിലും മനുഷ്യനെ കുറിച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് പലതരം ചോദ്യങ്ങളുണ്ടായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ പലതരം കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടായിരിക്കണം നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത്. റിഗറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ബേസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് പാത്തിലുള്ള കമ്പാരിസൺ ആയിരിക്കണം നമ്മൾ നടത്തുന്നത്. ഇനി ഈ ഒരു ഇൻഫറൻസും അതുപോലെ കമ്പാരിസൺ ഒക്കെ നടത്തിയതിന് ശേഷം നമ്മൾ എന്തിലേക്ക് കൊടുക്കണം, നമുക്ക് കിട്ടിയ ഈ അറിവിനെ നമ്മൾ ടെസ്റ്റിമണിക്ക് കൊടുക്കണം. ടെസ്റ്റിമണിക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ചെക്ക് ചെയ്യും. അതായത് നമുക്ക് കിട്ടിയ ഈ ഒരു നോളജ് കറക്റ്റ് ആണോ തെറ്റാണോ, അല്ലെങ്കിൽ ഈ ഒരു നോളജിന് എന്തെങ്കിലും
നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു ടെസ്റ്റിമണിയിലേക്ക് നമ്മൾ വെക്കും. അങ്ങനെ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർഫെക്റ്റ് നോളജ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നതെന്നാണ് ഏത് ഫിലോസഫി പറയുന്നത്, ന്യായ ഫിലോസഫി പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് സ്കൂളാണ് ഇത് വൈശേഷിക ഫിലോസഫി. ഈ വൈശേഷിക ഫിലോസഫി മുന്നോട്ട് വയ്ക്കുന്നത് കണാദ ഋഷിയാണ്. കണാദ ഋഷിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വൈശേഷിക ഫിലോസഫിയുടെ ഫൗണ്ടറായിട്ട് നമ്മൾ പറയുന്നത്. വൈശേഷിക ഫിലോസഫി എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആറ്റോമിസം ആണ്. വളരെ സയന്റിഫിക് ആയിട്ടുള്ള എംപിരിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് ആക്ച്വലി വൈശേഷിക സ്കൂൾ മുന്നോട്ട് വരുന്നത്. പക്ഷെ പിന്നീട് എന്താണ്, ഇതിലേക്ക് റിലീജിയസ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെയൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിലോസഫിയിലേക്ക് യോജിപ്പിച്ച് പിന്നീട് അതെന്തായിട്ട് മാറുകയാണ്, ഒരു റിലീജിയസ് ഫിലോസഫി അല്ലെങ്കിൽ ഓർത്തഡോക്സ് ഫിലോസഫി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇത് വന്നപ്പോൾ എന്താണ്, ഇറ്റ് വാസ് പ്യുവർലി ബേസ്ഡ് ഓൺ ആറ്റോമിസം. ആറ്റോമിസത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് ആറ്റംസ് ഉണ്ട്, ആറ്റംസിന്റെ കൂടിച്ചേരലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിവേഴ്സ് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് റൺ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ഫിലോസഫി ആയിരുന്നു ആക്ച്വലി ഈ ഒരു വൈശേഷിക സ്കൂളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എന്താണ്, ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എലമെന്റ്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫിലോസഫിയിലേക്ക് കടന്നുകൂടുന്നു. അങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ഫിലോസഫി എന്തായിട്ട് മാറുന്ന, ഒരു ഓർത്തഡോക്സ് ഫിലോസഫി ആയിട്ട് മാറുന്നത്. ഈ വൈശേഷിക ഫിലോസഫി ആക്ച്വലി ഈ ഒരു ആറ്റോമിസത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂപ്പർ പവറിൽ, ഒരു എക്സ്ട്രാ നാച്ചുറൽ പവറിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അതായത് ആദി പരാശക്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മളെയൊക്കെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചുവിട്ട ഒരു ശക്തി, അതിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ വിശ്വസിക്കുന്നുണ്ട്. ആറ്റോമിസത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ വിശ്വാസം എന്തിലേക്കും പോയി, ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് എക്സ്ട്രീം ഫോഴ്സിലേക്ക്, ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഫോഴ്സിലേക്ക് എത്തി. അങ്ങനെയാണ് ഇതൊരു ഓർത്തഡോക്സ് സ്കൂളായിട്ട് മാറുന്നത്. ഈ ഒരു വൈശേഷിക ഫിലോസഫി അനുസരിച്ച് ആക്ച്വലി ഈ വൈശേഷിക ഫിലോസഫേഴ്സ് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് 5 എലമെന്റ്സ് കൊണ്ടാണ്. ഏതൊക്കെയാണ് 5 എലമെന്റ്സ്? 1 ഫയർ, 2 എയർ, 3 വാട്ടർ, 4 സ്കൈ. ഈ ഒരു ഇങ്ങനെയുള്ള ഒരു 5 എലമെന്റ്സ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോട്ടൽ യൂണിവേഴ്സ് ഫോം ആയിരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, ഈ ഒരു വൈശേഷിക ഫിലോസഫേഴ്സ് പറയുന്നത്. ഈ ഒരു വൈശേഷിക ഫിലോസഫി എടുക്കുവാണെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ്, 5 എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ടോട്ടൽ യൂണിവേഴ്സ് എന്ത് ചെയ്തേക്കുന്നത്, ഫോം ആയേക്കുന്നത്. ഈ 5 എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 ഫയർ, 2 എയർ, 3 വാട്ടർ, 4 എർത്ത്, 5 സ്കൈ. ഈ 5 എലമെന്റ്സ് കൂടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ടോട്ടൽ യൂണിവേഴ്സ് ഫോം ആയിരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, വൈശേഷിക ഫിലോസഫേഴ്സ് പറയുന്നത്. നമ്മൾ ഓൾറെഡി 4 സ്കൂൾസ് ഓഫ് ഫിലോസഫി, ഓർത്തഡോക്സിലെ 4 സ്കൂൾസ് ഓഫ് ഫിലോസഫി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിലോസഫിയാണ് ഇത് മീമാംസ ഫിലോസഫി. ഈ മീമാംസ ഫിലോസഫിയെ നമ്മൾ എന്താണ്, പൂർവ്വ മീമാംസ എന്നും കൂടി നമ്മൾ പറയാറുണ്ട്. ഈ ഒരു മീമാംസ ഫിലോസഫി എന്ന് പറയുന്നത്, ആ ഒരു മീമാംസ ഫിലോസഫീസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയുടെ ബേസിക് എന്ന് പറയുന്നത് ഇവർ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സംഹിതാസ് ആൻഡ് ബ്രാഹ്മണാസ്. ആ ഒരു വേദ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംഹിതാസും അതുപോലെ തന്നെ ബ്രാഹ്മണാസും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ അതായിരുന്നു ഈ ഒരു മീമാംസ സ്കൂളിന്റെ ഫിലോസഫിയുടെ ബേസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ മീമാംസ ഫിലോസഫി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്തിക്കലി കുറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഈ സാൽവേഷനെ കുറിച്ചിട്ടും ആഫ്റ്റർ ലൈഫിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ എന്താണ്, നമുക്ക് എത്തിക്കലി കുറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പം ആ എത്തിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ വേദങ്ങളെ ശരിയായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുക. ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്ലോസ് ബൈ ക്ലോസ് നമ്മൾ എന്ത് ചെയ്യണം, വേദങ്ങളെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ പഠിക്കണം. സംഹിതാസിനെയും അതുപോലെ തന്നെ ബ്രാഹ്മണാസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ബൈ ക്ലോസ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എത്തിക്കൽ ആയിട്ടുള്ള ഈ ഡൗട്ട്സിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ ആൻസേഴ്സ് കൊടുക്കുന്നു. അതാണ് ഈ ഒരു മീമാംസ ഫിലോസഫിന്റെ കോറായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു പൂർവ്വ മീമാംസ ഫിലോസഫിയുടെ ഫൗണ്ടറായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ആരെയാണ്, ജൈമിനിയാണ്. ജൈമിനിയാണ് ആക്ച്വലി പൂർവ്വ മീമാംസ ഫിലോസഫിയുടെ ഫൗണ്ടറായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പൂർവ്വ മീമാംസയ്ക്ക് ശേഷം ഇനി അടുത്ത സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് ഇത് ഉത്തരമീമാംസ. ഓക്കെ, ഈ ഉത്തരമീമാംസയുടെ ഫൗണ്ടറായിട്ട് നമ്മൾ പറയുന്ന ആരെയാണ്, വ്യാസ അല്ലെങ്കിൽ ബദരായണയാണ്. ഈ ആക്ച്വലി ഈ ഒരു ഉത്തരമീമാംസയെ നമ്മൾ വേദാന്ത സ്കൂൾ ഓഫ് ഫിലോസഫി എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. ഈ ഒരു ഓർത്തഡോക്സ് സ്കൂളിലെ ഉത്തരമീമാംസ ഫിലോസഫി നമ്മൾ എന്തെന്നും കൂടി പറയും, വേദാന്ത ഫിലോസഫി എന്നും കൂടെ നമ്മൾ പറയാറുണ്ട്. ഫൗണ്ടർ വ്യാസ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേരും കൂടി പറയാറുണ്ട്, എന്താണ്, ബദരായണ.
ഈ ഉത്തരമീമാംസ അല്ലെങ്കിൽ നമ്മുടെ വേദാന്ത ഫിലോസഫിയുടെ ഏറ്റവും കോർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബ്രഹ്മാണങ്ങളെ എന്ത് ചെയ്യുന്നു? ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നമ്മൾ കാണുന്നു. ബ്രഹ്മാണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും സുപ്പീരിയർ ആയിട്ട് കണ്ടുകൊണ്ട് ബ്രഹ്മാണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്താണ്? നമ്മൾ സെൽഫ് നോളജിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നു. ഇതാണ് ഈ ഒരു ഉത്തരമീമാംസ ഫിലോസഫിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ബ്രഹ്മാണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ശരിയായ നോളജിനെ നമ്മൾ അക്വയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സാൽവേഷൻ കിട്ടും, നമുക്ക് മോക്ഷ കിട്ടും. ഇതാണ് ആക്ച്വലി എന്താണ് ഉത്തരമീമാംസയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഈ ഒരു ഉത്തരമീമാംസ ഫിലോസഫിയെ നമ്മൾ വേദാന്ത എന്ന് പറയാൻ കാരണം നമ്മൾ നേരത്തെ ഉപനിഷത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ശരിക്കും വേദങ്ങളുടെ എസൻസ് എന്താണ്? വേദങ്ങളിൽ ഏറ്റവും കോർ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഐഡിയാസ് എന്താണ്? ഈ ഒരു ഐഡിയാസ് ആൻഡ് ഫിലോസഫീസ് തന്നെയാണ് ഇവിടെ പറയുന്നത് ഉത്തരമീമാംസയുടെ ഏറ്റവും കോർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഈ ഒരു ഉത്തരമീമാംസയുടെ ബേസിക് ട്രീറ്റേഴ്സ് അല്ലെങ്കിൽ ബേസിക് ടെക്സ്റ്റുകളായിട്ട് നമ്മൾ പറയുന്നത് ഉപനിഷത്തുകളും അതുപോലെ തന്നെ ഭഗവത്ഗീതയും അതുപോലെ തന്നെ ബാക്കി ബ്രഹ്മാണങ്ങളുമാണ്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉത്തരമീമാംസയുടെ ബേസിക് ട്രീറ്റേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതിനെ പഠിച്ചുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ബ്രഹ്മാണങ്ങളെ സുപ്പീരിയർ ആയി കണ്ടുകൊണ്ട് നമ്മൾ എന്തിലേക്ക് പോകുന്നു? റൈറ്റ് നോളജിലേക്ക് അല്ലെങ്കിൽ സാൽവേഷനിലേക്ക് പോകുന്നു. അതാണ് ഈ ഒരു ഉത്തരമീമാംസയുടെ ബേസിക് കൺസെപ്റ്റ്. ഈ വേദാന്ത സ്കൂൾ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരമീമാംസ സ്കൂളിന് കുറച്ച് സബ് സ്കൂൾസ് ഉണ്ട്. ഒരു 6 സബ് സ്കൂൾസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമത്തെയാണ് ഏത്? ഭേദ ബൈ നിംബർക്ക. നിംബർക്കയുടെ ഭേദ സ്കൂള്. അതുപോലെ തന്നെ അദ്വൈത ബൈ ആദി ശങ്കരാചാര്യ. ശങ്കരാചാര്യരൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലെ. ഈ ആദി ശങ്കരാചാര്യരുടെ അദ്വൈത സ്കൂൾ രണ്ടാമത്തെ സബ് സ്കൂളാണ് നമ്മുടെ ഉത്തരമീമാംസയുടെ അല്ലെങ്കിൽ വേദാന്ത ഫിലോസഫിയുടെ ഒരു സബ് സ്കൂളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് എന്ത്? വിശിഷ്ട അദ്വൈത. ഈ വിശിഷ്ട അദ്വൈത കുറച്ച് 2-3 പ്രൊപ്പോണ്ടേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ സാധിക്കും. ആരൊക്കെയാണ്? ഒന്നാമത്തത് നാദമുനി, പിന്നെ ഒന്ന് യമുന, പിന്നെ ഒന്ന് രാമാനുജ. അങ്ങനെയുള്ള 1-2-3 പ്രൊപ്പോണ്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വിശിഷ്ട അദ്വൈതയുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നാലാമത്തെയാണ് എന്ത്? ദ്വൈത അല്ലെങ്കിൽ തത്വവാദ. തത്വവാദങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ദ്വൈത ഫിലോസഫി. മാധവാചാര്യയാണ് ആക്ച്വലി ഈ ഒരു ദൈവ ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊപ്പൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അഞ്ചാമത്തെയാണ് വല്ലഭയുടെ ശുദ്ധ അദ്വൈത. ശുദ്ധ അദ്വൈത പ്രൊപ്പൗണ്ട് ചെയ്ത ആരാണ്? വല്ലഭയാണ് നമ്മൾ ഈ ഒരു ശുദ്ധ അദ്വൈത ഫിലോസഫിയുടെ പ്രൊപ്പൗണ്ടർ അല്ലെങ്കിൽ ഫൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ലാസ്റ്റ് സബ് സ്കൂളാണ് ഈ ഒരു വേദാന്ത ഫിലോസഫിയുടെ ലാസ്റ്റ് സബ് സ്കൂളാണ് ഇത് അചിന്ത്യ ഭേദ അഭേദ. അചിന്ത്യ ഭേദ അഭേദ. ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പ്രൊപ്പൗണ്ടർ ആയിട്ട് നമ്മൾ പറയുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ എന്താണ്? അചിന്ത്യ ഭേദ അഭേദ സ്കൂൾ. ഇതും എന്താണ്? ഈ ഒരു വേദാന്ത ഫിലോസഫിയുടെ സബ് സ്കൂളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു തീം ഇത്രയും കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരുവാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത തീം എന്തായിരുന്നു? ഹെറ്ററോഡോക്സ് ആൻഡ് ഓർത്തഡോക്സ് സെക്ട്സ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ ഡിസ്കസ് ചെയ്തു. ജൈനിസം, ബുദ്ധിസം, ചാർവാക ഫിലോസഫി, അജീവിക ഫിലോസഫി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അജ്ഞാന ഫിലോസഫി. അതുപോലെ നമ്മൾ ഓർത്തഡോക്സ് സ്കൂളുകൾ നമ്മൾ പഠിച്ചു. ന്യായ, വൈശേഷിക, അതുപോലെ ഉത്തരമീമാംസ, പൂർവ്വമീമാംസ, അങ്ങനെയുള്ള 6 സബ് സ്കൂൾസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു ഓർത്തഡോക്സ് സ്കൂളിൽ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യുവാണ്? നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹെറ്ററോഡോക്സ് ഓർത്തഡോക്സ് സെക്റ്റുകളുമായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്.